ജനകീയ മന്ത്രിസഭ ജനങ്ങളിലേക്ക് എന്ന മുദ്രാവാക്യവുമായുള്ള നവകേരള യാത്രയിലെ അവസാന മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയമായ നിരവധി തീരുമാനങ്ങൾ വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും നിർണായകം നാളത്തെ കേരളത്തിന് വേണ്ടി രാജ്യത്താദ്യമായി നഗര കമ്മീഷൻ രൂപീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളോടൊപ്പം തദ്ദേശ സ്വയംഭരണ മന്ത്രി, ഈ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ച തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് ശരിയാണ്. രാജ്യത്തിന് മുൻപിൽ കേരളത്തിൻ്റെ ഒരു നേട്ടം കൂടിയാണിത്. എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുക? നവകേരള യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നവകേരള നഗരനയം രൂപീകരിക്കാൻ ഒരു കമ്മീഷൻ രൂപീകരിക്കുമെന്ന് കഴിഞ്ഞ ബജറ്റിൽ തന്നെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നതാണ്. ആ ബജറ്റ് പ്രഖ്യാപനം ഇപ്പോൾ യാഥാർത്ഥ്യമാവുന്നു. ഇന്ന് നഗര കമ്മീഷന് ക്യാബിനറ്റ് അംഗീകാരം നൽകി. ഇന്ത്യയിലെയും വിദേശത്തും പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര പ്രശസ്തരായിട്ടുള്ള നഗരകാര്യ വിദഗ്ധരടങ്ങുന്ന ഒരു നഗര കമ്മീഷനാണ് രൂപം കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം? എത്ര പേർ? ഇതിൻ്റെ ഒരു വലിയ നേട്ടം? ചെയർമാൻ, 2 കോ ചെയർമാൻമാർ, മെമ്പർ സെക്രട്ടറി ഉൾപ്പെടെ 13 അംഗങ്ങളാണ് ഈ കമ്മീഷനിൽ ഉണ്ടാവുക. അതിൽ മേയേഴ്സ് കൗൺസിലിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ അതിൻ്റെ കോ ചെയർമാൻ ആയിരിക്കും. നഗരസഭാ ചെയർമാൻസ് ചേംബറിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ശ്രീ എം കൃഷ്ണദാസ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ അംഗം ആണ്. അതിന് പുറമെ അതിന് ചെയർമാൻ പ്രൊഫസർ എം സതീഷ് കുമാറാണ്. അദ്ദേഹം നോർത്തേൺ അയർലൻഡിലെ ക്യൂൻസ് അക്കാദമിയിലെ ഡയറക്ടറും സീനിയർ പ്രൊഫസറുമാണ്. അദ്ദേഹം നഗരകാര്യ വിദഗ്ധനാണ്. അദ്ദേഹം ചെയർമാൻ ആയിരിക്കും. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ് മുംബൈയുടെ ഡയറക്ടറായിരുന്ന മോദി ഗവൺമെൻറ് പിരിച്ചുവിട്ട ഡോക്ടർ കെ എസ് ജെയിംസ് അതിലെ അംഗമാണ്. അതുപോലെ തന്നെ ഡോക്ടർ ജാനകി നായർ, സെൻറ്റർ ഫോർ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിൽ JNUവിലുണ്ടായിരുന്ന ഡോക്ടർ ജാനകി നായർ അതിലെ ഒരംഗമാണ്. ഹിതേഷ് വൈദ്യ, മുൻ ഡയറക്ടർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫയേഴ്സ് ന്യൂഡൽഹി, ഡോക്ടർ അശോക് കുമാർ, ഡോക്ടർ YVN കൃഷ്ണമൂർത്തി, അറിയപ്പെടുന്ന നഗരകാര്യ വിദഗ്ധനായിട്ടുള്ള YVN കൃഷ്ണമൂർത്തി, പ്രൊഫസർ KT രവീന്ദ്രൻ, അതുപോലെ സിംഗ് പൻവാർ തുടങ്ങി ഇന്ത്യയിലെയും വിദേശത്തും അറിയപ്പെടുന്ന നഗരകാര്യ വിദഗ്ധർ അടങ്ങുന്ന വിവിധ മേഖലകളിലെ വിദഗ്ധരടങ്ങുന്ന ഒരു കമ്മീഷനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു നഗരനയം രൂപീകരിക്കാനുള്ള ഒരു ശ്രമം. കേന്ദ്ര ഗവൺമെൻറ് അത്തരം ഒരു ശ്രമം ഇതുവരെ നടത്തിയിട്ടില്ല, ഒരു സംസ്ഥാനത്തും നടന്നിട്ടില്ല. കേരളം രാജ്യത്തിന് മറ്റൊരു കാര്യത്തിൽ കൂടി വഴി കാണിക്കുകയാണ്. ഈ പ്രേക്ഷകർക്ക് വരുന്നൊരു സംശയം, ഇതിന് കൊണ്ട് കേരളത്തിന് രാജ്യത്തിന് മുൻപിൽ ഒരു വലിയ നേട്ടം ഉണ്ടാകുന്നു, പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഇത് എത്രമാത്രം ഉപകാരപ്രദമാണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കണക്കിന് പ്രൊജക്ഷൻ അനുസരിച്ച് 2035 ആവുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയിൽ 95% നഗരവാസികളാവുമെന്നാണ് കാണുന്നത്. കേരളത്തിലെ നഗരവൽക്കരണത്തിൻ്റെ പ്രത്യേകത ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ആളുകൾ കുടിയേറുന്നു എന്നുള്ളതല്ല, നഗരം ഗ്രാമങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നും കേരളമാകെ ഒരു നഗരമായി മാറുന്നു എന്നതുമാണ്. അത് വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിന് അതിവേഗത്തിൽ കേരളം ഇരയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നഗരവൽക്കരണം, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വെല്ലുവിളികൾ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള മാലിന്യ പ്രശ്നം ഇതിലൊരു പ്രധാനം, അതും പ്രധാനമാണ്, അതും വരുന്നുണ്ട്. ഇത് ഒട്ടേറെ സങ്കീർണ പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് നഗരവൽക്കരണം. ഇതിനെ സമഗ്രമായിട്ട് അഭിസംബോധന ചെയ്യാൻ ഉതകുന്ന ഭാവി കേരളത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ നഗരവികസനം കൂടിയാണ്. അപ്പോൾ അതിനുതകുന്ന ഒരു മന്ത്രി എം പി രാജേഷ് ഇന്ന് സ്ട്രാറ്റജി ഉണ്ടാവണം. മന്ത്രിസഭാ യോഗമെടുത്ത സുപ്രധാന തീരുമാനമായ നഗര കമ്മീഷനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ദീപക് ധർമ്മടവുമായി പങ്കുവയ്ക്കുകയായിരുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.